കോഴിക്കോട് ഷാഫി പറമ്പിൽ എംപിയുടെ വണ്ടി തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. വടകര ടൗണിൽ വെച്ചാണ് വാഹനം തടഞ്ഞത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. സമരം ചെയ്യേണ്ടവർ ചെയ്യുക, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്നവരാണ് വിചാരിക്കുന്നത്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞ് വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഷാഫിയെ തടയുമെന്ന് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ ഭീഷണി മുഴക്കിയിരുന്നു. അതിനിടയിലാണ് ഷാഫി ഇന്ന് വടകരയിലെത്തിയത്. എന്താണ് സംഭവിച്ചത്? ഷാഫിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഷാഫി തടയുമെന്ന് നേരത്തെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടില്ല. ഷാഫിക്കെതിരായ ഒരു പ്രതിഷേധം വടകരയിൽ ഒരു പരിപാടിയിൽ ഉണ്ടായെന്നതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേരിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അതേസമയം ഇന്ന് വടകരയിൽ മറ്റൊരു പരിപാടിയിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഷാഫി പറമ്പിലിന്റെ വാഹനത്തിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ പ്രകടനക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഹനം തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോയി. അതേസമയം അതിൽ നാടകീയമായി തന്നെ ഷാഫി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും പ്രതിഷേധക്കാരോട് കയർക്കുകയും ചെയ്തു. അതായത് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവരുടെയും അംഗീകരിച്ചു തരുന്നുണ്ട്. അതേസമയം തന്നെ അതിനപ്പുറത്തേക്ക് മോശം പരാമർശങ്ങൾ മറ്റുമൊക്കെ നടത്തുമ്പോൾ അത് കണ്ട് കേട്ട് ഇന്ന് പോകാൻ കഴിയില്ല. ഒരു ഭീഷണി, ആരുടെയും ഭീഷണിക്ക് പിന്നിൽ പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു പ്രതിഷേധക്കാർക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ അവരോട് കയർക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പോയത്. അതായത് നേരിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക്, നേരിട്ടുള്ള ഒരു തടയലിലേക്ക് ഷാഫി പറമ്പിലേക്ക് രാഹുലിനെതിരെ പ്രതിഷേധം വഴിമാറുന്ന സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ രാഹുലിനെതിരെ പ്രതിഷേധത്തിൽ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് ഡിവൈഎഫ്ഐ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതേസമയം നേരിട്ട് വടകരയിലേക്ക് തടയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നില്ല. ഇന്ന് അത് പോയി. ഇപ്പോൾ ഏറ്റവും പുതിയ രണ്ട് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഒന്ന് ഡിവൈഎഫ്ഐയുടെ തന്നെ പ്രതികരണമാണ്. ഷാഫി പറമ്പിലിനെ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PC ഷൈജു, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. പകരം ഇപ്പോഴുണ്ടായത് അവിടുത്തെ ജനങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ് ഉണ്ടായത്. പലതരത്തിലുള്ള പ്രകോപനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീണു പോകരുതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷാഫിക്കെതിരായ പ്രതിഷേധം വീടുകൾ പോയി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് ജനകീയമായ ജനാധിപത്യപരമായ രീതിയിൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരമൊരു നേരിട്ടുള്ള പ്രകോപനത്തിലേക്ക്, നേരിട്ടുള്ള തടയലിലേക്ക് പോയത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നിർദ്ദേശപ്രകാരമല്ല എന്നും
അക്കാര്യം ശരിയായില്ല എന്നൊരു തോന്നലിന്റെ ഭാഗമായിട്ടാകണം DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരണം, അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള തടയിലേക്ക് DYFI പോയതിലുള്ള ഒരു പ്രശ്നം അത് പാർട്ടി തീരുമാനമോ അല്ലെങ്കിൽ സംഘടനയുടെ തീരുമാനമോ അല്ല, ഉണ്ടായ സ്വാഭാവിക പ്രതികരണം എന്നത് കാണുമ്പോൾ പോലും അത്തരമൊരു പ്രകോപനങ്ങളിലേക്ക് DYFI പ്രവർത്തകർ പോകരുത്. പകരം ജനാധിപത്യപരമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഷാഫി തുറന്നു കാണിച്ചുകൊണ്ടുള്ള പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ആളാണ് ഷാഫി എന്ന് തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകണം എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു തടയൽ കാര്യത്തെ DYFI തള്ളുന്നു എന്നാണ് DYFI ജില്ലാ സെക്രട്ടറി പ്രതിഷേധത്തിൽ നിന്ന് കാണാൻ. DC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രതികരണവും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇത് തുടർന്നാൽ എല്ലാ CPM-നെതിരെ നേരിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരും. നേരത്തെ തന്നെ ഇത്തരം പ്രതിഷേധം പാടില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അതേസമയം ഇത് CPM-ഉം DYFI-യും പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ഒരു സമരം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM ഇടപെട്ടുകൊണ്ട് ഇത്തരം പരിപാടികൾ, ഷാഫി പറമ്പിലിനെതിരായ പ്രതിഷേധ പരിപാടികൾ നിർത്തിവെപ്പിക്കണം എന്ന ആവശ്യമാണ് DC പ്രസിഡന്റ് K പ്രവീൺകുമാർ നമ്മളോട് ഇപ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊരു നേരിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ വിഷയത്തിൽ ഈ രാഹുൽ കമ്മാങ്കുട്ടത്തെ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരായ പ്രതിഷേധത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് ജില്ലയിൽ CPM-ഉം DYFI-യും ശ്രമിക്കുന്നത്. അത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്താൻ DCC ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വടകരയിൽ നേരത്തെ തന്നെ ഈ ഇതിനെതിരെ വൈകിട്ട് വടകരയിൽ 5 മണിയോടുകൂടി ഒരു പ്രതിഷേധ പ്രകടനം നടത്തും. മാത്രമല്ല ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിൽ വലിയൊരു റാലി, നേരത്തെ വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട് ഒരു നൈറ്റ് മാർച്ച് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ അതും ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ശക്തി പ്രകടനമായി മാറുന്ന അവസ്ഥയിലേക്ക് വരും. എന്തായാലും വടകരയിൽ പാലക്കാട് MLA-ക്കെതിരാണ് ആരോപണങ്ങൾ വന്നെങ്കിൽ പോലും വടകരയിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരായ ഒരു പോരാട്ടമായി DYFI-യും CPM-ഉം അത് മാറ്റുന്നു. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും UDF-ഉം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.